നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. ഞാൻ അന്ന് ആദ്യം ഉണ്ടാക്കിയ ചിക്കൻ കറീനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തകരമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും കൂടി ചിക്കൻ കറിയുടെ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സവാള ഇടാം. സവാളയും ചെറിയുള്ളി നമ്മൾ ഏതാണ്ട് സെയിം പോർഷനിലാണ് ഇടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക്, ചെറിയുള്ളി ചിക്കൻ കറിക്ക് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ഇഞ്ചി, പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. ഇത് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പിരിയമുളകും സാദാ മുളക് പൊടിയാണ്, പിന്നെ ഞാൻ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/4 സ്പൂൺ മീറ്റ് മസാല. അല്ല, ഞാൻ സാദാ പൊടിച്ച മസാലയാണ് ചേർക്കുന്നത്. ഇന്നിപ്പോൾ മീറ്റ് മസാലയാണ് ചേർത്തത്. അതിൻ്റെ ഒപ്പം നമുക്കതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നതും ചേർത്ത് നമുക്കതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് വേവിച്ചുടച്ചെടുക്കാം. ഫുൾ ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ കറിയിൽ വേകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഉടഞ്ഞു കിട്ടും. നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് കിട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് നമ്മൾ വെന്ത് ഒന്ന് തിളച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അതിനുശേഷം പിന്നെ നമ്മളൊന്നും കൂടി ഒന്ന് ഇതാക്കി വെച്ച് ഒന്നും കൂടി പറ്റിച്ചെടുത്താൽ നമ്മുടെ രുചികരമായ ചിക്കൻ കറി വളരെ സിമ്പിളും ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.